ഞാൻ കാൽ കാശിന് വകയില്ലാത്ത തെണ്ടിയുമായി ഊരി ചുറ്റാൻ നടക്കുന്നു. മേലിൽ അവന്റെ കൂടെ എങ്ങാനും കണ്ടുപോയാൽ. നിങ്ങൾ എന്തേ ആരോ എന്തോ പറഞ്ഞത് കേട്ട് ഇങ്ങനെ തല്ലാനും കൊല്ലാനും തുടങ്ങിയാലോ? നാട്ടുകാരൊന്നും അല്ലടി, രണ്ടിനെയും കൂടെ സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടത് നമ്മുടെ ഇട്ടിച്ചരാ. അവൻ കള്ളം പറയൂ. നിങ്ങൾ ബഹളം വെക്കാതെ ഓഫീസിലേക്ക് ചെല്ല്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വാ ചെല്ല്. അവരെന്നെ കൊല്ലും. ആര്? ആ കല്ലുക്കാര് സ്റ്റാലിൻ കൂട്ടരും. അനിതയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി. അവളെ ഒരുപാട് ഉപദ്രവിച്ചു എന്നും പറയുന്ന കേട്ടു. എടാ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, പ്രേമവും മണ്ണാങ്കട്ടയും. എന്താണേലും അവളും ആ ചോളനല്ലേ. ഇപ്പൊ അവള് നിന്നെ തള്ളി പറഞ്ഞു കാണുമല്ലേ? ഇല്ല, അനിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ വല്ല 4 ലക്ഷവും പഠിച്ച് വല്ലതും ആയിട്ട് പാവം പിടിച്ച് അപ്പനെയും അമ്മയും നോക്കാണ്ട് നീയെ പുളിങ്ങോമ്പ് നോക്കിപ്പോയല്ലേ. ഇതുകൊണ്ട് നിന്നെ തന്തയ്ക്ക് നൽകി നിന്നെ നഷ്ടപ്പെട്ടാലോ? അവളുടെ പണം കണ്ട് ഞാൻ പുറകെ കൂടിയെന്നാ തണ്ണിച്ചാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അവൾ പിന്മാറിയില്ല. ഓ, അപ്പോ നീ വിളിച്ച അവൾ ഇറങ്ങി വരുവോ? അത് പേടിച്ചു പോയല്ലേ? വരില്ലടാ, വരില്ല. കല്ലൂക്കാരൻ കുട്ടപ്പായ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റയുടെ കൂടെ അവള് പോകൂ. പ്ലീസ് തണ്ണിച്ചായ, അങ്ങനെ പറയരുത്. എങ്കിൽ നീ ധൈര്യമായിട്ട് വിളിച്ചോണ്ട് വാടാ, ഞാൻ ഉണ്ടടാ കൂടെ. രണ്ടാൾക്കും സന്തോഷമായല്ലോ. വാ. നീയൊക്കെ കൂടി ചതിക്ക് കൂട്ടുതന്നല്ലേ? വെറുതെ ഒറ്റ വെച്ച ആളെ കൂട്ടണ്ട, നാണക്കാരല്ലേ. ആ പാവം പിള്ളേര് പോയി ജീവിച്ചോട്ടെ. നീ കല്ലൂക്കാരൻ കുട്ടപ്പായുടെ മോളായവള്. ഇവളെ ഈ തെണ്ടിയോട് വിടാൻ ഞാൻ അനുവദിക്കില്ല. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണും നിയമപ്രകാരം കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ. നിന്റെ മറ്റടത്തെ കല്യാണം വാടി ഇവിടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഓഹോ, ചേട്ടന്റെ മനിയന് നാടകം കളിക്കായിരുന്നല്ലേ? ശത്രുത തീർക്കാൻ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാകാതെ മാറിക്കണോ. എന്റെ മകളെ ബലമായി പിടിച്ചോണ്ടൊന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ പറയുന്നു. എടിവട്ടെ, നിന്നെ ബലമായി പിടിച്ചോണ്ട് കെട്ടിച്ചാണെന്നു പറഞ്ഞു കൊടുക്കണേ. പേടിക്കാതെ പറഞ്ഞു വിടേ. എന്നെ ആരും ബലമായി പിടിച്ചോണ്ട് വന്നതല്ല. കേട്ടല്ലോ, ഇനി എന്നാ വേണ്ടേ? മാറിക്കണോ. രണ്ടുപേരും പോയി ജീവിക്കാറ്. ധൈര്യമായിട്ട് പോ. കല്ലുക്കാരൻ കുടുംബത്തിൽ നിന്ന് പറഞ്ഞ കാട് കയറിയാലും കുട്ടപ്പായി തല കുലിക്കില്ലടാ. വാടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളി കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും കാണും. ആര് കാണും? ആങ്ങളെ ഇപ്പൊ ഇങ്ങ് എത്തും. അവനവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്താ ഇത്? വേണ്ട ഏട്ടാ. എന്താ പിന്നേട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങളെ ഇപ്പൊ ഇങ്ങ് എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റിയാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത് അതല്ലേ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്.
നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുണ്ടെന്ന കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. മൂട്ട 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 ആ. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി നിന്റെ തന്ത. എന്താ ദൈവവചനം. സത്യം സത്യം ഞാൻ പറഞ്ഞില്ലേ? അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികൾ ലിസ്റ്റിലേക്ക് കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മയും. ദൈവവചനം ഒരിക്കുമല്ലേ? എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6-ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6. 3 പോലും ഞാൻ തന്നില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? ഇങ്ങോട്ട് നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ മോളിൽ കട്ടിൽ എനിക്കുള്ളതാടാ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞു. അതേടാ പള്ളി പറഞ്ഞെന്നെ ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാടാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന. നീ നോക്കിക്കോ, അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോടാം. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോഴാ അത് ഈ മത്തായിയുടേതായിരിക്കും. ഈ കാണാമട പരട്ടെ. എങ്കിൽ കാണാമട പട്ടി. യെസ് സർ. കൺഫേം. താങ്ക് യു വെരി മച്ച്. എന്താ? കുട്ടപ്പായി മുതലാളി ഒന്ന് കാണണം. മുതലാളി റൂമിലാ. 1 മിനിറ്റ്. ഹലോ സാർ, ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. കൊടുത്തേ. ഞാനാ ദീനാമ്മ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. നിങ്ങൾ പോ. അത് ഞാനങ്ങ് വന്നേക്കാം. നിങ്ങൾ പോ. ആരാ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ചോദിച്ച കേട്ടില്ലേ ആരാ പോയെന്ന്? കല്ലൂക്കാരൻ കുട്ടപ്പായ്ക്ക് ഈ പാതിരാത്രിയിൽ ചുങ്കത്താൻ തന്നെ ഇടപാട്. എന്ന് തുടങ്ങി ഈ ബിസിനസ്? നിങ്ങളെ പറ്റി നാട്ടുകാർ പലതും പറയുന്നുണ്ടെങ്കിലും ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആരായിരുന്നു കുട്ടപ്പായുടെ കൂടെ? അമ്മയോ അതോ? നിർത്ത്. എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ഒന്നും അറിയാത്ത എന്റെ മോളെ പറ്റി പറഞ്ഞാൽ സഹിക്കത്തില്ലല്ലേ? അപ്പൊ ഞാൻ കണ്ടതൊക്കെയോ? സണ്ണിച്ചൻ കണ്ടു നേര് തന്നെയാ. എന്നെ കാണാനാ കുട്ടപ്പായി വന്നത്, എന്റെ മോളെ കാണാനല്ല. കല്ലൂക്കാരന്മാർ നെറികൊട്ടവരാണേലും സ്വന്തം മോളുടെ കിടക്ക് പങ്കിടാൻ കുട്ടപ്പായി അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. 10-20 കൊല്ലം മുമ്പ് എന്നെ വഞ്ചിച്ചു പോയ ആ മനുഷ്യനെ ഞാനാ വീണ്ടും വരുത്തിയത്. അയാളുടെ ചോരയിൽ പിറന്ന ഇവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ. സണ്ണിച്ചാന്റെ ഐഡിയ കൊള്ളാം. കല്ലൂക്കാരന്മാരെ വെട്ടാൻ ഇതിനപ്പുറം ഒരു തുറുപ്പില്ല. അതിന് കടമ്പകൾ പലതുണ്ട്. 10-18 വർഷമായിട്ട് കാലഹരണപ്പെട്ട ഒരു കേസ് നമുക്ക് കുത്തിപ്പോക്കുണ്ട്. കുട്ടപ്പായിൽ നിന്ന് ജീവനാംശം തേടി ദീനാമ കോടതിയിലെത്തുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയ എവിഡൻസ് വേണം. ഒന്നാമതായി ദീനാമയിൽ കുട്ടപ്പായിക്ക് ജനിച്ച മോളാണ് ആനിയും നമ്മൾ തെളിയിക്കണം. പിന്നെ അയാളുടെ ചതിയും വഞ്ചനയും തെളിയിക്കണം. ഇതിനൊക്കെ പഴയ ചരിത്ര പുസ്തകം തേടി പോകേണ്ടി വരും. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. പൊക്കാവടാ, എല്ലാം പൊക്കാം. ആനിയെ പറ്റിയിട്ട് ആശുപത്രി തൊട്ട് കിട്ടാവുന്നതെല്ലാം നമുക്ക് പോക്കാം. പക്ഷേ അതിനു മുമ്പ് പിടിപ്പുള്ള ഒരു വക്കീലിനെ സംഘടിപ്പിക്കണം. അതൊക്കെ. പക്ഷേ കുട്ടപ്പായുടെ ബ്ലഡ് ഗ്രൂപ്പ് മുതൽ നമ്മൾ ചെയ്യണം. എന്നാലേ കേസിന് ബലമുള്ളൂ. അപ്പനും മക്കളും കൂടെ
ആ കല്ലൂക്കാരന്മാരെ വീഴ്ത്താൻ എത്ര കുഴി വേണേലും കുടിച്ചു. പക്ഷെ ആ കുഴിയില് ആ ദീനാമ്മയും മോളെയും വീഴ്ത്തല്ലേ? അയ്യേ, അമ്മച്ചി എന്നാ വർത്താനേ പറയുന്നേ? അവരെയും കൂടെ സഹകരിപ്പിച്ചല്ലേ കേസ് നടക്കത്തുള്ളൂ. അപ്പച്ചെന്നാ ഒന്നും മിണ്ടാത്തെ? ഒരു നിമിഷം ഞാൻ എന്റെ സൂസന്റെ പെങ്ങളെ ഓർത്തു പോയിടാ. റബ്ബർ പുരയുടെ മോന്തായത്തിൽ തൂങ്ങി നിന്ന് ആ ശവം കണ്ടിച്ചിടാൻ ഒന്നും അറിയാത്തവനെ പോലെ അന്ന് അവനും ഉണ്ടായിരുന്നു. കല്ലൂക്കാരൻ കുട്ടപ്പായി. കോലഞ്ചേരി പള്ളിയിലെ തെമ്മാടിക്കുഴിയിലേക്ക് കാഞ്ഞിരപ്പള്ളി തറവാട്ടിൽ നിന്നൊരു പെണ്ണിനെ വലിച്ചെറിഞ്ഞത് കല്ലൂക്കാരൻ കുട്ടപ്പായിയ. ഇപ്പോ ദീനാമ്മ എന്റെ സൂസന്നയ്ക്ക് സവാണടാ. ആ പെങ്കൊച്ചിന്റെ മാനം കളയരുതേ. എനിക്കത്രേ പറയാനുള്ളൂ. ദീനാമ്മയും മോളും നമ്മളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. സണ്ണി, ദീനാമ്മയ്ക്ക് മൂക്കും എന്നും കാഞ്ഞിരപ്പള്ളിക്കാരുടെ തണലും തുടയും ഉണ്ടാവുമെന്ന് പറഞ്ഞടാ. കാര്യങ്ങൾ പറഞ്ഞ തലേ കേളാത്തോ ദീനാമച്ചി? ഇതിപ്പം നിങ്ങളുടെ നിലപാട് കണ്ടാത്തൊന്നും നിർബന്ധം കാഞ്ഞിരപ്പള്ളിക്കാർക്കാന്ന്. നിങ്ങളുടെ കുടുംബത്തിനും ഭാവിക്കും ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ദീനാമച്ചി തോന്നുന്നുണ്ടോ? ഉണ്ടോ? നീ പറ. കേസും കോടതി എന്നൊക്കെ പറയുമ്പോ കരക്കാർക്ക് കളിയാക്കാൻ പിന്നെ മറ്റൊന്നും വേണ്ട, അത് ഓർത്തിട്ടാ. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് നിങ്ങൾ ഈ പറയുന്ന കരക്കാരെങ്കിലും ആണോ നിങ്ങളുടെ കഞ്ഞിക്കാലം തിളപ്പിക്കുന്നത്? അല്ലല്ലോ. അന്തിയാവുമ്പോ നിങ്ങളുടെ കഥയെ വന്ന് മുട്ടാനല്ലാതെ ഉമാരെ കൊണ്ടൊക്കെ എന്താ ഗുണം? ഇനി സണ്ണിച്ചൻ പറ, ഞാൻ കേക്കാം. ആ, കുട്ടപ്പായയുടെ മകളാണ് ആനി. കല്ലൂക്കാരൻ കുടുംബത്തിൽ കഴിയേണ്ടവൾ. തന്തയില്ലാത്തവളെ പോലെ 10-20 വർഷം കഴിഞ്ഞില്ലേ? കേസിന് പോയാ പിന്നെ അയാളും അനിയന്മാരും എന്റെ കുഞ്ഞിനെ എന്തേലും ചെയ്യുമെന്ന എന്റെ പേടി. ഓ പിന്നെ, തണ്ണിച്ചന്റെ കയ്യപ്പം മുളക് പറിക്കാൻ പോകും. കടലിൽ ഇറങ്ങിയാലും മറുകര കണ്ടിട്ടേ കറിയാച്ചനും മക്കളും തിരിച്ചു വരാറുള്ളൂ. അതാ കാഞ്ഞിരപ്പള്ളിക്കാരുടെ നയം. എന്റെ പൊന്ന് ദീനാമ്പറ്റി, ഒന്ന് ധൈര്യമായിട്ടിരിക്കെ. ഈ വക്കാലത്ത് പേപ്പറിലിട്ട് ഒന്ന് ഒപ്പിട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൈയും കെട്ടി ഇരുന്നേച്ചാ മതി. കച്ചേരി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമരകം പോകുന്നവൻ നമ്മുടെ വക്കാലത്ത്. ആർജി കാലക്കും.